അപ്പൊ ഗൈസ് നമ്മളെല്ലാരും ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പൊ നമ്മള് അല്ലേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞാനുണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്, സംഗീത ശ്രീനുണ്ട്. സംഗീത ശ്രീയുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരവിടെ ബീച്ചിന്റെ അവിടെ പോസ്റ്റ് അടിച്ച് നിന്നപ്പം ഞങ്ങൾ ഓർത്ത് ഞങ്ങളും കൂടെ പോകാന്ന്. എന്നിട്ട് ഞങ്ങളിപ്പോ ഷാപ്പിൽ പോവാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ ഷാപ്പിൽ പോയി ചില്ലടിച്ച് ഫുഡ് അടിക്കാം അല്ലേ? ഇവൻ ഇത് സംഗീത സേനി, ഇത് ആൻസൺ, ഇത് അനക്സ്, ഇത് അക്ഷയ് കുമാർ, ഇത് നീത് തോമസ്. അപ്പം നമ്മള് നിന്നല്ലേ ഞാനിവിടെ വീഡിയോ എടുക്കട്ടെ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഒരു പുതിയ കടയില് മറ്റേ കുഴിമന്തി കഴിക്കാൻ പോയപ്പോ അപ്പൊ അന്നെങ്കിൽ ഷാപ്പിൽ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങള് ഷാപ്പിൽ പോയി. ഞങ്ങള് ഇപ്പൊ പക്ഷെ 1:30 അല്ലേ? ഞങ്ങള് അവിടെ ഞങ്ങള് കയറി ഇരുന്ന് സീറ്റ് പിടിച്ചിട്ട് പോയി. ഇപ്പം ഷാപ്പിൽ പോവാണ്. ഇനി ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. ഫുഡ് കിട്ടാന്ന് അറിയത്തില്ല, ഇന്ന് അവധിയാണ്. പിന്നെ ഇപ്പൊ 1:30 കഴിഞ്ഞ് എന്തായാലും പോയി നോക്കട്ടെ. എന്തായാലും എല്ലാരും ഉള്ളതല്ലേ, ചില്ലടിക്കാലോ എന്ന് വിചാരിച്ചു. വല്ലപ്പോഴും അല്ലേ ഉള്ളു ഇങ്ങനെ ഇടുന്ന ലക്ഷ്യം മാറാൻ. അക്ഷയ് കുമാറിനൊന്നും ഞാൻ അക്ഷയ് വിളിക്കാതല്ലോ. നോക്കിക്കേ, തനിക്ക് എന്താ പറയാനുണ്ടെന്ന് പറ. അല്ല, എന്റെ അമ്മാച്ചന്റെ പെട്ട തേങ്ങ ഇതുപോലെ നിന്നെ പോലെ ആദ്യം ബോധം പോയി, പിന്നെ പുള്ളിയുടെ കാറ്റും പോയി. അതിന് എന്നോട് പറയണ എന്തിനാ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ദിസ് ജേർണി? നൈസാണ്. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്നപ്പോ ഇവിടെ ഭയങ്കര നല്ല തിരക്കാ. ഇനി സീറ്റ് കിട്ടോ നോക്കണം. ഇന്നാണ് ഇൻഡിപെൻഡൻസ് ഡേയും കൂടാണ്, ഫുൾ അവധി. എല്ലാരും വന്നിട്ടുണ്ട്. ഇവര് ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരോട് ചോദിച്ചിട്ട് ഫുഡും കഴിച്ചിട്ടില്ല. അക്ഷയ് കുമാറേ, എനിക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. എനിക്ക് ഒരു 1 മണി 1:30 എനിക്ക് ഫുഡ് കഴിച്ചില്ല എനിക്ക് പറ്റത്തില്ല. അതത്രേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പൊ അവിടെ കിച്ചണിൽ പോയെങ്കിലും കഴിക്കാൻ ഞാൻ കാണിച്ചു കൊടുത്തേ. നമ്മളിവിടെ സക്സസ്ഫുള്ളി നമുക്ക് ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു ഇത് കൊണ്ടിട്ട് സീറ്റ് കിട്ടി. ഇനി ഫുഡ് പോയി ഓർഡർ ചെയ്യാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് സീറ്റ് പിടിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ഫുഡ് ഓർഡർ ചെയ്യാൻ പോകാം. സംഗീത എണ്ണീറ്റോ? ആദ്യം ഓർഡർ ചെയ്യാം, എന്നാലേ വരത്തുള്ളൂ ഫുഡ്. ഓർഡർ ചെയ്തിന് കുറെ നേരം വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഏരിയ വല്ല പോവോ? നീ ഇവിടെ നിന്നു, നീത് ഞാനും വരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണോ അടിക്കുന്ന അവളെ? അതെ, അങ്ങോട്ടും ഇല്ല, എല്ലാരും കാണട്ടെ. ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടെ കുറെ ഫുഡ് ഉണ്ട് കേട്ടോ. ഞണ്ട്, ചെമ്മീൻ, കക്ക, അപ്പം, മീൻ, ഡക്ക്, ഫിഷിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട. എല്ലാ ചാനലും ഉണ്ട്. അപ്പൊ ഗൈസ്, നമ്മള് ആറ്റുമുഖം ഷാപ്പിൽ വന്നു. 1:30 മുന്നേ വന്നതാ, 2:30 ഇതുവരെ ഫുഡ് കിട്ടിയിട്ടില്ല. എനിക്കാണ് ആക്ച്വലി ഒരു 1:30-2 മണി എനിക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടിയില്ല. എനിക്ക് പറ്റത്തില്ല, അതാണ്. പക്ഷെ നമ്മൾ കുറെ നേരം ഇരുന്നു. മേ ബി ഇന്ന് അവധി ആയതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. നല്ല തിരക്ക്. പക്ഷേ പക്ഷെ സ്ഥലം നോക്കിക്കേ, സ്ഥലമൊക്കെ നൈസാണ്.
ഫുള്ള് പച്ചപ്പും പാടവും ഹരിതാപവും ഒക്കെയാണ്. ഞങ്ങൾക്ക് പിന്നെ സ്ഥലം കിട്ടിയത് കൊണ്ടിട്ട് ഞങ്ങളൊരു ക്യാബിൻ്റെ അകത്ത് കയറി ഇരുന്ന്. ഫുഡ് പക്ഷെ അവിടെ എന്താന്ന് അറിയത്തില്ല, വരുന്നില്ല. കുറെ നേരം ഓർഡർ ചെയ്തിട്ടും പറഞ്ഞിട്ടും, പക്ഷെ ഫുഡ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഫുഡ് വന്നല്ലോ, നമ്മുടെ ഫുഡ് വന്നു. സംഗീതശ്രീനെ നമ്മളെ വിളിച്ച് നമ്മളപ്പോ അങ്ങോട്ട് വേണം. കുറെ നേരമായി. ഫുഡിനും കൂടി ഇനി ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറയാം. കത്തിക്കുവാ. പിന്നെ ആക്ച്വലി എന്റെ ഫോണിനും കൂടെ ചാർജ് ഇല്ല. ചാർജ് ഉണ്ടെങ്കിൽ മതി കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഫുഡിന്റെ സാധനം എടുക്കുക, ഫുഡ് കഴിക്കുക. അന്നേരത്തെ ഒരു ക്യാബിലാണ് നമുക്ക് കിട്ടിയത്. ഇതെന്തൊക്കെ പറഞ്ഞു കാണിക്കും. ഇവിടെ ലൈറ്റ് ഇല്ലടാ ഈ കല്ല് കടയായിട്ട്. ബീഫുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് കാണിക്കും. ബീഫ് ഫ്രൈ. ഇത് മറ്റേ ഡക്ക് റോസ്റ്റ്, മൈ ഫേവറേറ്റ്. ഡക്ക്, ഇവിടുത്തെ ഡക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ ചെമ്മീൻ, പക്ഷെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ളു. ഞാനൊന്ന് കഴിച്ചു കൊടുക്കും. കക്ക, സ്പിഡ്. ഇത് ഞാൻ പറഞ്ഞിട്ടാ, ഞാൻ കഴിച്ചു പോട്ടെ. ആണെങ്കിൽ എനിക്ക് വിശക്കുന്നു, ശരിക്കും വിശന്നു. ഞങ്ങൾ കുറെ നേരമായി. ഫുഡ് കഴിക്കട്ടെ. ബൈ ബൈ. നോക്ക്, പാലപ്പം ഉണ്ടാക്കി ബീഫ് പ്രോൺസ് ഇവരെ ഓർഡർ ചെയ്ത് ഒരിച്ചിരി കഴിയും. ഫുഡ് കൊള്ളാമെന്ന് ഞാനൊന്നും പറയില്ല. ഇവിടെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഇവർക്ക് കുറെ ഓർഡേഴ്സ് ഉണ്ട്, പിന്നെ നല്ല റഷാണ്. അതുകൊണ്ടിട്ടാ. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലടാ? കൊള്ളാം. ഇത് സംഗീതയുടെ ഫ്രണ്ട് ആൻസൺ. എടോ, സംഗീതയുടെ ഫ്രണ്ട് ആൻസൺ കാണിക്ക. അത് അർജുൻ അല്ല, അനക്സ്. സംഗീത ശ്രേണി. തോമസ്. അക്ഷയ് കുമാറാണ് നമ്മുടെ മെയിൻ. സംഗീത് കുമാറേ വാ. ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു അല്ലേ? നമ്മള് വിചാരിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ പോകും വരും എന്നൊന്നും. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവളെ കൊണ്ട് ഇവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആക്കിയതാണ്. പിന്നെ ഇവര് പോസ്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഇപ്പൊ ഫുഡ് അടിക്കുന്നു. നൈസ് ആയിരുന്നു ഒരു ഫുഡ് വ്ലോഗ്. സത്യം ഒരപ്പ് ഇതുവരെ കഴിച്ചില്ല. ഇത് തൊട്ടില്ല. ബിക്കോസ് നമ്മള് സമയം കഴിഞ്ഞാ കഴിച്ചത്. അല്ല, എല്ലാവർക്കും വയറ് പറഞ്ഞു. അപ്പൊക്കൂടി ഞാൻ പിടിക്കത്തില്ല. ആർക്കാടാ? പക്ഷെ മറ്റേ മധുരക്കല്ലാട്ടാ. നമ്മുടെ മെയിൻ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. തേങ്ങ വെള്ളം, കോക്കനട്ട് വാട്ടർ. കാടാ അതെ. കള്ളൊന്നും അല്ല കേട്ടാ, നമ്മളെ മറ്റേ തേങ്ങ കള്ള് അല്ലേ? മുന്തിരി കള്ള്. സോറി, ഇത് മറ്റേ മധുരക്കള്ള. മധുരക്കള്ള. അത് കള്ളല്ല. അല്ല, കള്ള് തന്നെ, കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. വലിയ എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പം നമ്മള് നല്ല ഡെലീഷ്യസ് ഫുഡൊക്കെ കഴിച്ച് ഈ പാടവരമ്പത്ത് കാറ്റുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവരെ കുറെ കുറ്റമല്ല, ഡിലേ ആയത് കൊണ്ടിട്ടാണ് പറഞ്ഞത്. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും നല്ല വിശന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആലപ്പുഴയിൽ ഫുഡ് ഒരു ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ പിന്നെ അത്രയും നേരം കൂടി ഇരുന്നപ്പം, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ ഫുഡ് എന്നപ്പോ ഒരു രക്ഷയില്ല. ഞങ്ങള് ചെമ്മീന്, ഡക്ക്, കക്ക, അപ്പം, പൊറോട്ട, അതുകൊണ്ട് കുറെ ബാലൻസ് വന്നു അല്ലേ? അതൊക്കെ പാഴ്സൽ എടുത്തോന്ന് അറിയത്തില്ല. പക്ഷെ അടിപൊളിയായിരുന്നു ഫുഡ്. സംഗീതശ്രീനി ഞങ്ങൾ പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷെ സംഗീതശ്രീനിയുടെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നതാണ്. അപ്പൊ ഞങ്ങളും വന്നു. അപ്പൊ താങ്ക്സ് ടു സംഗീതശ്രീനി ഫോർ ദിസ് പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴികളിലും ഇടവഴികളിലും ജീവിതം അത്ഭുതം കാത്തു നിൽപ്പുണ്ടാവും. നമ്മളപ്പോ ഒഴുകിക്കൊണ്ടേയിരിക്കും. ലൈഫ് ഈസ് എ ഫ്ലക്സ്. ഓക്കെ, അപ്പം ബൈ. നമുക്ക് എന്തെങ്കിലും അടിപൊളി കിടിലം വീഡിയോ ചെയ്യാം.